അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നല്ല ഗ്ലോയി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക്. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്ക് ആണ്. വളരെ മിനിമൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക്. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേക്കപ്പ് ലുക്ക് ആട്ടോ. നല്ല ഗ്ലോയി ആയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു നിവ്യയുടെ ഒരു മോയ്സ്ചറൈസർ ആട്ടോ. എൻ്റെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പൊ നിവ്യയുടെ നല്ല ഡീപ്പ് ഡ്രൈയിങ് മോയ്സ്ചറൈസർ ആണ്. അപ്പൊ ഇത് ഞാൻ നമ്മൾ ബോഡിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഒരു തൽക്കാലം ഞാനിപ്പോ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ മോയ്സ്ചറൈസർ. നമ്മൾ കഴിയുന്ന എൻ്റെ ഉള്ളത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇല്ലാത്തപ്പോൾ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഫേസിൽ ഞാൻ തൽക്കാലം ഇത് അപ്ലൈ ചെയ്യാട്ടോ. ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പൊ എൻ്റെ വേറെ മോയ്സ്ചറൈസർ ഇപ്പം അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. മോയ്സ്ചറൈസർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആട്ടോ. മോയ്സ്ചറൈസ് ചെയ്യാതെ ഡയറക്റ്റ് നമ്മൾ എല്ലാവർക്കും അറിയണ്ടായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ഞാൻ ഒരു ലിപ് ബാം ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ലിപ് ബാം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ലിപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാനിവിടെ വാസ്ലിന്റെ ഒരു ലിപ് ബാം ആട്ടോ യൂസ് ചെയ്യുന്നത്. നോർമൽ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാം ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സൺസ്ക്രീൻ ആട്ടോ. സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പം ഞാൻ അടുത്തായിട്ട് അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. അപ്പൊ എന്റെ കയ്യിലുള്ളത് ഈ ഡോട്ട് ആൻഡ് കീന്റെ സൺസ്ക്രീൻ ആട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇത് വന്നിട്ട് ഒരു ഡ്യൂയി ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആട്ടോ. നമ്മൾ ഈ ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ആ ഒരു ഇത് കിട്ടും നമുക്ക്. ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഈ സൺസ്ക്രീൻ മാത്രം മതിയായിരിക്കും കേട്ടോ. അധിക സമയങ്ങളിലും ഫൗണ്ടേഷൻ ഒന്നും നമ്മൾ എപ്പോഴും ഒന്നും ഉപയോഗിക്കില്ലല്ലോ. അപ്പൊ നമുക്ക് സൺസ്ക്രീൻ മോയ്സ്ചറൈസ് ചെയ്തിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് അത് മാത്രം മതിയായിരിക്കും, വേറെ ഒന്നും വേണ്ട. ഞാൻ ഇടയ്ക്ക് അങ്ങനെയാണ് സാധാരണ ഡെയിലി അപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇത് ഈ സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യാറ്. അപ്പൊ ഇത് വന്നിട്ട് SPF 15 PA+++ ഉണ്ട്. പിന്നെ അതുപോലെ 3 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഞാൻ എടുത്ത ഷെയ്ഡ് വന്നിട്ട് 03 സാൻഡ് ആണ് കേട്ടോ. എനിക്ക് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് 03 സാൻഡ് ആണ്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ട് സ്യൂട്ട് ചെയ്യും കേട്ടോ. അപ്പൊ എന്റെ ഡ്രൈ സ്കിൻ ആണ്. അപ്പൊ ഇത് നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു ഗ്ലോയി ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. ഞാൻ അടുത്ത യൂസ് ചെയ്യുന്നത് ഒരു പ്രൈമർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പ്രൈമർ എന്തിനാ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിട്ടോ. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന NYBയുടെ ഒരു പ്രൈമർ ആണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈമർ ആണ് കേട്ടോ. അതിന്റെ പ്രൈസ് വന്നിട്ട് 100 ആൻഡ് സംതിങ് അങ്ങനെ എന്തോ ആണ്. പക്ഷെ ഭയങ്കര ചെറിയ ട്യൂബാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കുറച്ചൊക്കെ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ ഈ പ്രൈമർ അപ്ലൈ ചെയ്യാം. പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഞാനൊരു ഫൗണ്ടേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള അങ്ങനെ ഒരു ഒന്നും വിചാരിക്കേണ്ട. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. ഇത് വന്നിട്ട് Maybelline സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ ആട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ ആട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഇട്ടുന്ന അങ്ങനെ ആ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത്രയും അടിപൊളിയാട്ടോ. നമ്മൾ ഈ ഫൗണ്ടേഷൻ ഒക്കെ എന്ന് പറയുമ്പോൾ നല്ല ഹെവി ആയിട്ട് നല്ല ഒരു ആ ഒരു ഫീൽ ഉണ്ടാവും, അങ്ങനത്തെ ഒന്നുമില്ല. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നിങ്ങൾക്ക് ഡെയിലി ബേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 128 വാം ന്യൂഡ് ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എന്റെ സ്കിൻ ടോണിന് ഏകദേശം മാച്ച് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഷെയ്ഡാണ് ഈ 128 വാം ന്യൂഡ്. 2 hours വരെ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അത്രയും ലോങ് ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണിത്. അപ്പൊ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. അത് കുറച്ചൊരു പ്രൈസ് വരുന്നുണ്ട്. ഒരു 600, നമ്മൾ ഓഫർ ടൈമിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 600 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. ഡെയിലി ഒക്കെ ആയിട്ട് യൂസ് ചെയ്ത് കുറെ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഡ്രൈ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ട് ചെയ്യും കേട്ടോ. അപ്പൊ എന്റെ ഡ്രൈ സ്കിന്നാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നിന് നന്നായിട്ട് എല്ലാ ടൈപ്പിലുള്ള സ്കിൻ ടൈപ്പിനും പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഇത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് അധിക സമയം ഞാൻ യൂസ് ചെയ്യാറ്. അപ്പം ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതായി കൈന്റെ ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരും. നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ഇത് കേക്കി ആയിട്ട് വരിക. ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര കേക്കി ആയിട്ട് തോന്നുക. ഇത് നിൽക്കുക, അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം അങ്ങനെ ആ ഒരു ഇതൊന്നും കിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ നന്നായിട്ട് എന്ത് ചെയ്യാം,
നമ്മുടെ കൈന്റെ ഇവിടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ അതിന്റെ കൂടെ ഞാനൊരു സ്ട്രോപ്പ് ക്രീമും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് NYBയുടെ സ്ട്രോപ്പ് ക്രീമാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രോപ്പ് ക്രീം ആട്ടോ. ഇത് പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. അടിപൊളിയാട്ടോ. അത് നമുക്ക് ഒരുപാട് വേസിൽ യൂസ് ചെയ്യാം. സ്ട്രോപ്പ് ക്രീം മാത്രമായിട്ട് യൂസ് ചെയ്യാം, ഇതുപോലെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് കുറച്ച് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തിട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ഗ്ലോയി മേക്കപ്പ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷന്റെ കൂടെ അത് മിക്സ് ചെയ്തിട്ട് ചെയ്യാട്ടോ. മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ. അപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ ഫൗണ്ടേഷൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ടാപ്പ് ചെയ്ത് കൊടുത്തത് കേട്ടോ. നിങ്ങൾക്ക് സ്പഞ്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് കൺസീലർ ആട്ടോ. ഞാൻ ഇൻസൈറ്റിന്റെ ഒരു കൺസീലർ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൺസീലർ ആണ്, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺസീലർ ആണ്. 200 സംതിങ് ഈ ഒരു പ്രൈസ് റേഞ്ചിലാട്ടോ ഈ ഒരു കൺസീലർ വരുന്നത്. അപ്പൊ നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു കൺസീലർ ആട്ടോ. ഇപ്പൊ ഇതില് 3 കൺസീൽ ചെയ്യാം, കറക്റ്റ് ചെയ്യാം, അതുപോലെ കോണ്ടൂർ ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ കൺസീലർ ചെയ്യുന്നത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ്, നമ്മളെ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് ഇതാൻ വേണ്ടിട്ടോ. അപ്പൊ ഈ ഷെയ്ഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഷെയ്ഡിന് മാച്ച് ആവുന്ന ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ഇതിന്റെ അഡ്മിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ആ ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്ത് പോകും. നമ്മുടെ ഫേസിൽ ഇപ്പം സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ടോ അത്യാവശ്യം നമ്മുടെ അതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ ഒന്നുകൂടെ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യാണ്. ഒരു ഗ്ലോയിങ് മേക്കപ്പ് ലുക്ക് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഒന്നുകൂടെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചീക്കിലും ഇവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നോസ്, ഹെഡ്, ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അപ്പം ആ ഒരു ഭാഗത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സ്ട്രോപ്പ് ക്രീം. ട്ടോ ഈ ഒരു സ്ട്രോപ്പ് ക്രീം ഒന്നുകൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഇൻസൈറ്റിന്റെ ഒരു ഹൈലൈറ്റർ ആണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് വരെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഷാലറ്റ് ടിൽബറിന്റെ ഒക്കെ ഒരു ഡ്യൂപ്പ് ആണെന്നൊക്കെ പറയാട്ടോ. ഭയങ്കര അഫോർഡബിൾ ആണ്. 200 സംതിങ് ആ ഒരു പ്രൈസിന് വരുന്നുള്ളൂ. പക്ഷെ നല്ല അടിപൊളിയാട്ടോ. നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. ഇൻസൈറ്റിന്റെ പ്രൊഡക്ട്സ് ഒക്കെ നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല പെർഫോമൻസിൽ വരുന്ന പ്രൊഡക്ട്സ് ആട്ടോ. അപ്പൊ ഇത് വന്നിട്ട് ഷെയ്ഡ് വന്നിട്ട് 4 മീഡിയം സാൻഡ് ആണ് കേട്ടോ. വേറെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ എന്റെ സ്കിന്നിന് ഏകദേശം സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡ് ആട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള 4 മീഡിയം. ഒരു മീഡിയം സ്കിൻ ടോണിനൊക്കെ മാച്ച് ആവുന്ന 4 മീഡിയം സാൻഡ് ആട്ടോ ഞാൻ യൂസ് ചെയ്തത്. അപ്പൊ നമ്മള് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ഇട്ടാൽ നല്ലൊരു ഒരു ഗ്ലോ കിട്ടും. നമുക്ക് ഒരു ഇന്നർ ഗ്ലോ കിട്ടും. ഇത് മാത്രം യൂസ് ചെയ്യട്ടോ. നമുക്ക് ഈ ഒരു ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഫിൽറ്റർ മാത്രം യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും മേക്കപ്പ് ചെയ്യാം. നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചീക്കിലും ഇവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ. നല്ലൊരു ഗ്ലോയി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഗ്ലോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു കുട്ടിയടിച്ച ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് നല്ല നാച്ചുറൽ ലുക്ക് ആയിട്ട് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ബ്ലഷ് ആട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇത് വന്നിട്ട് NYBയുടെ ഒരു ലിക്വിഡ് ബ്ലഷ് ആണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു പിങ്ക് കളറിൽ വരുന്ന ഒരു ബ്ലഷ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ചീക്കിലും അതുപോലെ തന്നെ ഇവിടെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. അതിന് മുന്നായിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫില്ല് ചെയ്യുന്നത് ഒരു ബ്രൗൺ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാട്ടോ. ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യാറില്ല. നമുക്ക് ബ്രൗൺ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ സാധാരണ ബ്രൗൺ ആണ് യൂസ് ചെയ്യാറ്. ബ്രൗൺ ആകുമ്പോൾ ഒരു നല്ലൊരു ലുക്ക്. മറ്റേ ബ്ലാക്ക് എനിക്ക് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്കൊരു നമ്മള് ശരിക്കും അത് വരച്ച പോലെ അങ്ങനത്തെ ഒരു ഫീല് വരും. അപ്പം ബ്രൗൺ ആവുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിനോട് മാച്ച് ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ ഞാൻ അത് ബ്രൗൺ ആണ് സാധാരണ യൂസ് ചെയ്യാറ്, ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിട്ടോ. ഞാൻ ഐബ്രോസ് അപ്ലൈ ചെയ്യുമ്പോൾ എൻഡിൽ കുറച്ച് നന്നായിട്ട് കുറച്ചൊരു തിക്കായിട്ട് ചെയ്യും. ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. നല്ല തിക്കായിട്ടൊന്നും കൊടുക്കുന്നില്ല. ഒരു നോർമൽ ലുക്കിലാണ് കേട്ടോ. അപ്പൊ ഭയങ്കരമായിട്ട് നമ്മള് വരച്ചു കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഇത് ഈ ഒരു എൻഡിലേക്ക് വരുമ്പോൾ കുറച്ചൊരു തിക്കായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ.
നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് ഐ മേക്കപ്പ് യൂസ് ചെയ്യാട്ടോ, ഐ മേക്കപ്പ് ചെയ്യാട്ടോ. അപ്പൊ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഐ മേക്കപ്പ് അധികം ഒന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. സാധാരണ നോർമൽ ആയിട്ട് പോകുമ്പോഴൊന്നും ഐ മേക്കപ്പ് ചെയ്യാറില്ല. ജസ്റ്റ് കേട്ടോ. അപ്പൊ ഞാൻ ഐലിനിയർ എഴുതി കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ഐലിനിയറോ അങ്ങനെ കാജലൊന്നും അധികം യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. അപ്പം നോർമൽ ആയിട്ടുള്ള സമയങ്ങളിലോ, നോർമൽ ആയിട്ട് നമ്മൾ ഡെയിലി ബേസിസിലൊന്നും നമ്മൾ പുറത്തു പോകാനൊന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫ്രഷ് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഐ മേക്കപ്പ് ഒക്കെ ഐലിനിയർ ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു മസ്കാര ഇട്ട് കൊടുക്കാം കേട്ടോ. അത് മാൾസിന്റെ ഒരു മസ്കാരയാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മസ്കാര കേട്ടോ. 200ന്റെ ആ റേഞ്ചിലേ വരുന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന് മുന്നായിട്ട് ലിപ്പ് ഒന്ന് നമുക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന മാൾസിന്റെ ഒരു ലിപ് ലൈനർ ആണ്. എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. അപ്പൊ ഇത് നമുക്കൊന്ന് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലിപ്പ് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലിപ് ലൈനേഴ്സ് സാട്ടോ മാൾസിന്റെ ലിപ് ലൈനർ. ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആട്ടോ. അപ്പം ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. 100ന്റെ താഴെയാണെന്ന് തോന്നുന്നു കേട്ടോ. അത്രേ വരുന്നുള്ളൂ കേട്ടോ. ഒക്കെ ലൈൻ ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക് വന്നിട്ട് മേബി ലൈൻ്റെ ബിനൈൻഡിങ്ങിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. 10 ലിപ്പി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് വന്നിട്ട് ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. പക്ഷെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോസി ലുക്ക് ഉണ്ടാകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റ് ആകുമ്പോൾ ആ ഒരു ഇതുണ്ടാവും കേട്ടോ. മാറ്റി ഒരു ഫിനിഷിൽ വരും. നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പൊ നല്ലൊരു ഗ്ലോസി ഫിനിഷ് നിങ്ങൾ കാണുന്നുണ്ടാവും കേട്ടോ. ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഒരു മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെറ്റിംഗ് സ്പ്രേ കൂടെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻവൈബയുടെ ഡ്യൂയി ആയിട്ടുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. അപ്പൊ ഇതിൽ രണ്ട് ഇതുണ്ട്. ഡ്യൂയി ആയിട്ടുള്ളത് മാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഡ്യൂയി ഫിനിഷിൽ വരുന്ന ഒരു എൻവൈബയുടെ സെറ്റിംഗ് സ്പ്രേ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. 200 ആ റേഞ്ചിൽ വരുന്നുള്ളൂ കേട്ടോ. അതിന്റെ പ്രൈസ് വന്നിട്ട് അപ്പൊ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ഉള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആട്ടോ. അപ്പൊ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അധികം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. എല്ലാം നല്ല ഒരു അഫോർഡബിൾ പ്രൈസിൽ വരുന്ന കേട്ടോ. അപ്പം ഈ എൻവൈബയുടെ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് പർപ്പിൾ അവൈലബിൾ ആണ്. ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ലാസ്റ്റ് ആയിട്ട് സെറ്റിംഗ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പ്രേ ചെയ്തിട്ടുണ്ട്. കാണുന്നില്ല, നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. നമുക്ക് നല്ല ഡ്യൂയി ആയിട്ടുള്ള ഒരു ഫിനിഷ് ലുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇതാണ് നമ്മൾ മേക്കപ്പ് ഒക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് നല്ല ഒരു ഗ്ലോയി ആയിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു ഗ്ലോയി ഫിനിഷിൽ വന്നിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് ഞാൻ ചെയ്തത്. അപ്പൊ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് ഇതാ കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ വളരെ മിനിമൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ള. എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.